സോഴ്സ് ഓഫ് എനർജി. നമ്മൾ എന്ത് പഠിച്ചേ? ഫോട്ടോസിന്തസിസ് പഠിച്ചു. ഫോട്ടോസിന്തസിസിൽ എന്ത് പറഞ്ഞു? നമ്മൾ ഓണായിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്താണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നതിനാണ് ഫോട്ടോസിന്തസിസ്. അതിന് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫില്ല്, ഈ 4 കോമ്പോണൻസുകൾ വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ പഠിച്ചപ്പോൾ നമ്മൾ അതിൽ സൺലൈറ്റ് വേണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ലീഫിലേക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് എന്ത് കിട്ടണം? സൺലൈറ്റ് കിട്ടണം. എന്നാലാണ് അവിടെ എന്തുണ്ടാവുള്ളൂ? ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാണുന്നുണ്ടോ മക്കളെ? 3 പ്ലാന്റ്സിലും എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പിൽ, നമ്മളെ ഹിബിസ്കസിൽ, തുളസിയിൽ, നമ്മളെ ഏലം പാല, 3ലും എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. അത് എന്തിനാണെന്ന് വെച്ചാൽ മാക്സിമം സൺലൈറ്റ് പ്ലാന്റ്സിന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അതിൻ്റെ ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താണ്? സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ഫുഡ് പ്രൊഡക്ഷന് സൺലൈറ്റ് പ്ലാന്റ്സിൽ എന്താണ് ഒരു നെസസറി പാർട്ടാണ്, അത്യാവശ്യമായിട്ടുള്ളൊരു പാർട്ടാണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് സച്ച് എ വേ ദാറ്റ് ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. എന്താണ്? അപ്പോൾ അതുകൊണ്ട് എന്താണ് മാക്സിമം സൺലൈറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റ്സിൽ ലീവ്സ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിളാണ്. എന്താണ് ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? മാക്സിമം സൺലൈറ്റ് പ്ലാന്റ്സിന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ട് ആണ്, വലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ ഹിബിസ്കസിൻ്റെ, തുളസിൻ്റെ, ഏലം പാല, അതിൻ്റെയൊക്കെ സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ നെയിംസാണ് കൊടുത്തിട്ടുള്ളത്. സിമിലർ ടു ഹിബിസ്കസ്, ഹിബിസ്കസിൻ്റെ പോലെ സിമിലർ ആയിട്ടുള്ളത് മാംഗോ ട്രീ, സൺഫ്ലവർ, മസ്റ്റാർഡ്, കോക്കനട്ട് ട്രീ, ഇതൊക്കെ എന്താണ് സിമിലർ ടു ഹിബിസ്കസ്. ആൻഡ് സിമിലർ ടു തുളസി, തുളസി, മിൻറ്റ് ലീവ്സ്, ഗുവ, റോസ്, ഇതൊക്കെ എന്താണ് തുളസിൻ്റെ ലീഫ് പോലെ സിമിലറാണ്, ഒരുപോലെയാണ്, സിമിലർ അതുപോലെ ഉള്ളതാണ്. സിമിലർ ടു ഏലം പാല, നമ്മൾ ഏലം പാല, പൈനാപ്പിൾ, സൈപ്രസ്, ആസ്പെരാഗസ്, ഇതൊക്കെ എന്താണ് ഏലം പാലൻ്റെ ലീഫിനെ പോലെ തന്നെ ആണ്, അതിൻ്റെ സിമിലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്താണ് പ്ലാന്റ്സിൻ്റെ ലീഫുകൾ അങ്ങനെ ലീവ്സ് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള എന്താണ് മാക്സിമം സൺലൈറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മറക്കരുത് കേട്ടോ ആരും. നെക്സ്റ്റ് വണ്ണാണ് നമ്മൾ ക്ലോറോഫില്ല് പഠിച്ചല്ലേ? ഈ ക്ലോറോഫില്ല് എന്തായിരുന്നു? ഈ ക്ലോറോഫില്ല് നമ്മളെ ലീഫിൻ്റെ കളേഴ്സ് എന്താ? നമ്മൾ നോർമലി കാണുന്ന ഒരു ലീവ്സ് എന്താണ്? ഒരു ഗ്രീൻ കളറാണ് അല്ലേ? നമ്മൾ പുറത്തൊക്കെ നോക്കി നമ്മളെ ഇല ഇങ്ങനെ നോക്കുകയാണെന്നെങ്കിൽ, നമ്മൾ ചുറ്റുപാട് നോക്കുകയാണെന്നെങ്കിൽ പച്ച കളറിലാണ് ഇല കാണുന്നത്. ആ ഇലക്ക് പച്ച കളർ കൊടുക്കുന്ന ആളാണ് ആര്? നമ്മളെ ക്ലോറോഫില്ല് എന്ന് പറയുന്നത്. ലീവ്സിന് ഗ്രീൻ പിഗ്മെൻറ്റ് കൊടുക്കുന്ന ആളാണ് ആര്? ക്ലോറോഫില്ല്. എന്താണ്? ലീവ്സിന് ഗ്രീൻ പിഗ്മെൻറ്റ് കൊടുക്കുന്ന ആളാണ് ക്ലോറോഫില്ല്. നമ്മൾ പച്ച കളർ മാത്രമല്ല പല കളറിലുള്ള ലീവ്സും കാണാറുണ്ട് അല്ലേ? അപ്പം നമുക്കിതിലൊരു 3 കളറും കൂടി എക്സ്ട്രാ ഉണ്ട്. എന്തൊക്കെയാണ്? റെഡ്, ഓറഞ്ച്, യെല്ലോ. ഈ 3 കളേഴ്സിൻ്റെ പിഗ്മെൻറ്റ് കൊടുക്കുന്നത് ആരാന്ന് നോക്കാം. റെഡിന് ആന്തോസയാനിൻ. എന്താണ്? ആന്തോസയാനിൻ. എന്താണ്? റെഡ് ആന്തോസയാനിൻ. ഓറഞ്ച് കരോട്ടിൻ. സ്പെല്ലിങ്സ് നോക്കുക. കരോട്ടിൻ, ആന്തോസയാനിൻ, കരോട്ടിൻ. യെല്ലോ സാന്തോഫിൽ. യെല്ലോ കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണ് ആര്? സാന്തോഫിൽ. അപ്പോൾ ആ കളറ് പിഗ്മെൻറ്റ് റെഡ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, യെല്ലോ സാന്തോഫിൽ. അത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് പല പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രീന് കൊടുക്കുന്നത് ക്ലോറോഫിൽ. ഈ 4 നിറവും അതിൻ്റെ പിഗ്മെൻറ്റും ഓർത്ത് വയ്ക്കുക. പിന്നെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സിലുള്ള ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നമുക്ക് നോർമലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മളെ നൈട്രജൻ ആണ്. പിന്നെ ഓക്സിജൻ, ആർഗൺ, കാർബൺ ഒതേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. കുറേ പല ഗ്യാഷ്യസുകളും കൂടിയാണ് ബാക്കി ഒതേഴ്സ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ
റെസ്പിറേഷൻ നടക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് വെച്ചിട്ടാണ് ശ്വാസം എടുക്കുന്നത്? നോസ് വെച്ചിട്ടാണ് അല്ലേ. നമ്മൾ നോസ് വെച്ചിട്ടാണ് റെസ്പിറേഷൻ നടക്കുന്നത്. നമ്മൾ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, പ്ലാന്റ്സിലും റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. പ്ലാന്റ്സിൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ റെസ്പിറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്ലാന്റ്സും റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഈ പ്ലാന്റ്സിന് റെസ്പിറേഷൻ നടക്കുമ്പോഴേ ഈ മോർണിംഗ് ടൈമിൽ നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോർണിംഗ് സമയത്ത്, ഈ ഡേ സമയത്ത് എന്താവും, മോർണിംഗ് അല്ല നമ്മളെ ഡേ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിന് ഇവരെന്ത് ചെയ്യും, റെസ്പിറേറ്റ് ചെയ്യും. എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിനെ റെസ്പിറേറ്റ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യും. എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ റെസ്പിറേറ്റ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? പ്ലാന്റ്സ് ഡേ ടൈമിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ റെസ്പിറേറ്റ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യും. അത് അപ്പോൾ എന്താണ് അവിടെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ അവിടെ നടക്കും? നമ്മൾ ഈ ഫോട്ടോസിന്തസിസ് നടക്കും അല്ലേ, ഇല്ലേ? ഡേ ടൈമിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, റെസ്പിറേറ്റ് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സിലുള്ള ഓൺ ഫുഡ് പ്രോസസ്സ് ഇല്ലേ, ഫോട്ടോസിന്തസിസ്, അതവിടെ നടക്കും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എന്താക്കും, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ റെസ്പിറേഷൻ നടക്കുന്നത് നമ്മൾ റെസ്പിറേഷൻ നടക്കുന്നത് എന്ത് വഴിയാണ്? നോസ് വഴിയാണെന്ന് പറഞ്ഞു. അതുപോലെ പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട്? റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നോസ് ആണെങ്കിൽ അവർക്ക് റെസ്പിറേഷൻ ഓർഗൻ എന്താണ്? സ്റ്റൊമാറ്റ ആണ്. എന്താണ്? സ്റ്റൊമാറ്റ. അപ്പോൾ ഈ സ്റ്റൊമാറ്റ വെച്ചിട്ട് എന്താണ് ഇവർ ചെയ്യുന്നത്? നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഈ സ്റ്റൊമാറ്റിൻ്റെ പിക്ചർ ആദ്യം ഒന്ന് മിസ് കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, ഈ കണ്ടോ, നമ്മളെ പയറുമണികൾ 2 കൂട്ടി വെച്ചിട്ടുള്ള പോലത്തെ ഒരു പിക്ചർ കണ്ടോ? അതിനൊരു ഹോള് കാണുന്നുണ്ടല്ലേ, ഒരു പോസ്, ഹോള് എന്നുള്ള പോസ് ഒക്കെ പറയാം നമുക്ക്. അതാണ് എന്ത്, നമ്മളെ സ്റ്റൊമാറ്റ. ആ പയറുമണി പോലെ കാണുന്ന ആ ഭാഗമാണ് സ്റ്റൊമാറ്റ. അതിനെ കാണുന്ന ആ പോസ്, അതിലൂടെയാണ് എന്ത്, ഇവർ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നത്, വലിക്കുന്നത്, എൻ്റർ ചെയ്യുന്നത്. അപ്പം it is the microscopic pores in the leaves. It's through atmospheric air enters the plants and released oxygen as a result of photosynthesis. എന്താണ് ഈ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർട്ട് വഴിയാണ് എന്ത്, ഇവർ അറ്റ്മോസ്ഫിയറിക് എയർ, എന്താണ്, നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള എയർ നമ്മൾ ലീവ്സിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതും അതുപോലെ ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള ഓക്സിജന് റിലീസ് ചെയ്യുന്നതും എന്ത് വഴിയാണ്? ഈ ലീവ്സിലുള്ള മൈക്രോസ്കോപ്പിക് പോർസ് വഴിയാണ്. എന്താണ്, നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഉള്ള നമ്മളെ അറ്റ്മോസ്ഫിയറിക് എയർ എൻ്റർ ചെയ്യുന്നതും ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള ഓക്സിജൻ റിലീസ് ചെയ്യുന്നതും ലീവ്സിലുള്ള മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ണ് കൊണ്ട് കാണാൻ കഴിയാത്ത, പോസ് എന്ന് പറഞ്ഞാൽ ഹോളെന്നൊക്കെ കേട്ടോ മീനിങ്, ഓട്ട എന്നൊക്കെ പറയാം. ആ കണ്ണ് കൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പോർസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ അറ്റ്മോസ്ഫിയറിക് എയർ എൻ്റർ ചെയ്യുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്നതും ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള ഓക്സിജൻ റിലീസ് ചെയ്യുന്നതും ഈ മൈക്രോസ്കോപ്പിക് പോർസ് വഴിയാണ്. ആ മൈക്രോസ്കോപ്പിക് പോർസിൻ്റെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ആ മിസ് ആ പിക്ചർ സൂം ചെയ്ത് കാണിച്ചു തന്നില്ലേ, ഈ പയറിനെ പോലത്തുള്ള ആ സാധനമാണെന്ത്, സ്റ്റൊമാറ്റ. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഹോള് പോലെ കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോസ്കോപ്പിക് പോർസ്, സ്റ്റൊമാറ്റൻ്റെ മൈക്രോസ്കോപ്പിക് പോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ അത്? ഓക്കെ.